സ്ത്രീകളുടെ പ്രാതിനിധ്യം, അതായത് സ്ഥാനാർത്ഥിത്വം നൽകുന്ന കാര്യത്തിൽ പാർട്ടി കുറെ കൂടി ഉദാരമായി ഇടപെടണമെന്ന അഭിപ്രായം ടീച്ചർക്കുണ്ടോ? എനിക്ക് മാത്രമല്ല, ഞങ്ങളുടെ ഞാൻ അവിടെ പാർട്ടി എന്ന് പറയുമ്പോൾ ഞാൻ മാത്രമില്ല, എനിക്കൊരഭിപ്രായമുണ്ട്. അതെൻ്റെ പാർട്ടിക്കകത്ത് ഞാൻ പറയും. എന്നെപ്പോലെ തന്നെ ഈ കാര്യത്തിൽ അഭിപ്രായം പറയുന്നവരാണ് മുഴുവൻ പാർട്ടി സഹാക്കളും. പാർട്ടിയുടെ ഉന്നതമായ കമ്മിറ്റികളിൽ സ്ത്രീകളെ മത്സരിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്ന സ്ത്രീ വിരുദ്ധരായിട്ടുള്ള ആരുമില്ല. നിങ്ങൾ ആരെങ്കിലും സംശയിക്കുന്നത് പോലെയല്ല. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ്, പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി, അവിടെയെല്ലാം ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് പറയുന്നത് സ്ത്രീകളുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കണമെന്നാണ്. എന്നാൽ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ചർച്ചയിലേക്ക് പോയി ചില നിർണായക ഘട്ടങ്ങളിൽ ചിലയിടത്ത് ചില സ്ഥാനാർത്ഥിയായി വരണമെന്നൊരു പൊതു തീരുമാനം എടുക്കുമ്പോൾ പാർട്ടിക്കകത്ത് സ്ത്രീകളും അങ്ങനെ ആയാലാണ് ചിലപ്പോൾ ശരിയാവുക എന്നിടത്തേക്ക് ചില പ്രത്യേക സാഹചര്യത്തിൽ വരേണ്ടതായിട്ട് വരും. അപ്പോൾ അപ്പോഴും എല്ലാ സീറ്റിൽ നിന്നും ഈ കാരണം പറഞ്ഞ് സ്ത്രീകളെ മാറ്റി നിർത്താൻ പറ്റില്ല എന്ന് തീരുമാനിക്കുന്നത് പാർട്ടിക്കകത്ത് സ്ത്രീകൾ മാത്രമല്ല, സ്ത്രീകളും പുരുഷന്മാരും അടങ്ങിയ പാർട്ടി കമ്മിറ്റിയാണ്. 1987 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമായിരുന്നു കേരം തിങ്ങും കേരള നാട്ടിൽ KR ഗൗരി ഭരിക്കട്ടെ എന്നത്. ഗൗരിയമ്മ മുഖ്യമന്ത്രി ആയില്ല. പിന്നീട് അതേക്കുറിച്ച് പ്രകാശ് കാരാട്ട് പറഞ്ഞത് ഗൗരിയമ്മയെ മുഖ്യമന്ത്രി ആക്കുന്നതിനെ കുറിച്ച് പാർട്ടി ആലോചിച്ചിട്ടേ ഇല്ല എന്നായിരുന്നു. അതിനുശേഷം 96 സുശീല ഗോപാലൻ്റെ പേര് ഉയർന്നു കേട്ടു. അന്ന് മുഖ്യമന്ത്രി പദത്തിന് അടുത്ത് വരെ സുശീല ഗോപാലിനെത്തി. പക്ഷേ അന്ന് MLA പോലും ആയിട്ടില്ലായിരുന്ന EK നായനാർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി. ഇത് ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട സംഭവങ്ങളാണ്. ഞാനിത് ചോദിക്കാൻ കാരണം ശൈലജ ടീച്ചർ ഇപ്പോൾ പറയുന്നു കേരളത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകുന്നതിന് തടസ്സമൊന്നുമില്ല എന്ന്. എനിക്ക് ആ ഭാഗമാണ് ഒരു വ്യക്തതയോടുകൂടി അറിയേണ്ടത്. ഞാൻ പറഞ്ഞ ചോദ്യം ഇതൊന്നും എൻ്റെ തീരുമാനമല്ല, എൻ്റെ തീരുമാനം അല്ലാതെ ഇല്ല. കേട്ടില്ലേ ഞാൻ പറഞ്ഞത് എന്താ? CPM അങ്ങനെ ഒരു തടസ്സം പറയുന്ന പാർട്ടിയല്ല. നിങ്ങൾ പറയുന്ന ഓരോ ഘട്ടത്തിലും പാർട്ടി ഒരുമിച്ചിരുന്നിട്ട് പാർട്ടിക്കകത്തെ സ്ത്രീകളും പുരുഷന്മാരും ചേർന്നിട്ടാണ് തീരുമാനിക്കുന്നത്. ഞങ്ങളുടെ പാർട്ടിക്കകത്ത് നടക്കുന്ന എല്ലാ ചർച്ചകളും ചിലപ്പോൾ മുഴുവൻ നിങ്ങളോട് പറയാറില്ല, തീരുമാനം പറയാറുണ്ട്. ഞങ്ങളുടെ പാർട്ടിക്കകത്തുള്ളതുപോലെ ജനാധിപത്യം മറ്റൊരു പാർട്ടിക്കകത്തും ഇല്ല എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുക. കാരണം ഞങ്ങൾക്കറിയാം ഞങ്ങൾക്കതിനകത്ത് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എത്രത്തോളം ഉണ്ടെന്ന് ഞങ്ങൾ ഓരോരുത്തരും പറയാറുണ്ട്. അതിന് നിങ്ങളെന്താ വിചാരിച്ചത്? പാർട്ടിക്കകത്തെ സ്ത്രീകളെല്ലാം കൂടി ഒരു സ്ത്രീ മുഖ്യമന്ത്രിയാവണമെന്നോ സ്ത്രീ മന്ത്രിയാവണമെന്നോ വാദിക്കുന്നതാണോ? സ്ത്രീയോ പുരുഷനോ ആവട്ടെ, ഓരോ വ്യക്തിയെയും വെച്ച് ചർച്ച ചെയ്ത് എല്ലാവരെയും ഒരുമിച്ച് ഈ സ്ഥാനത്തേക്കൊന്നും കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. ഏറ്റവും ശരിയായിട്ടുള്ളൊരു തീരുമാനം ഞങ്ങൾ എടുക്കുകയാണ്. അതൊരു പക്ഷേ പുരുഷനായിരിക്കും, സ്ത്രീ ആയിരിക്കും. സ്ത്രീ സമത്വം കാണിക്കേണ്ടത് ഏതെങ്കിലും ഒരു പാർട്ടി വനിത ഏതെങ്കിലും ഉന്നതമായൊരു സ്ഥാനത്തിരുന്നത് കൊണ്ട് മാത്രമല്ല, ഈ സമൂഹത്തിൽ അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളടങ്ങിയ സ്ത്രീ സമൂഹമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇന്ദിരാഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയതുകൊണ്ട് ഇന്ത്യയിലെ സ്ത്രീ സമൂഹമാകെ രക്ഷപ്പെട്ടോ? എന്താ ബീഹാറിലും UP-യിലൊക്കെയുള്ള ആ പാവപ്പെട്ട സ്ത്രീകളുടെ അവസ്ഥ ഇപ്പം? ശൈലജ ടീച്ചർ, അങ്ങനെയാണ് പിന്നെ എന്തിനാണ് സംവരണം ഈ രാജ്യത്ത്? സംവരണം എന്തിനാണ്? സംവരണം കൂടുതൽ സ്ത്രീകളെ അധികാരത്തിൻ്റെ വേദികളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് തീരുമാനം. എന്നാൽ യാന്ത്രികമായി ഒരു സ്ത്രീയെ ആക്കാൻ വേണ്ടി ഒരു സ്ത്രീയെ ആക്കുക അതല്ല. ആയതുകൊണ്ടും ഫലമില്ല. ഇടതുപക്ഷത്തിൻ്റെ സ്ത്രീ ആയാലും പുരുഷനായാലും ഞങ്ങളുടെ പോളിസി ഒന്നാണ്, മാറില്ല. ഇപ്പോൾ മുഖ്യമന്ത്രി കസേര സ്ത്രീ ആയാലും പുരുഷനായാലും ഞങ്ങളുടെ പോളിസി ഒന്നാണ്. അപ്പം ഞങ്ങൾ ചർച്ച ചെയ്ത് വരുമ്പം ആർക്കാണ് ഈ ഉത്തരവാദിത്വം ഏറ്റവും നന്നായിട്ട് നിർവഹിക്കാൻ കഴിയുക? അതൊരു പുരുഷനാണെങ്കിൽ ആ കീ പോസ്റ്റിൽ ആ പുരുഷനെ തിരഞ്ഞെടുക്കും. അതല്ല, അവരെക്കാളൊക്കെ സാധ്യതയുള്ളതൊരു സ്ത്രീയാണെങ്കിൽ ഞങ്ങളതിന് മടിക്കാറില്ല. അപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു ഉന്നം വെച്ചിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും അത് ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ നടക്കുന്ന ഒരു തട്ടിപ്പാണ് ഗോപി. കാരണം ഞാൻ ചോദിക്കുന്നത് സുശീല ഗോപാലന് എന്ത് അയോഗ്യതയാണ് ഉണ്ടായിരുന്നത്? വീണ്ടും മത്സരിപ്പിച്ച് MLA അയോഗ്യതയുണ്ടെന്ന് പാർട്ടി പറഞ്ഞിട്ടില്ല. സുശീല ഗോപാലൻ അടക്കം ഇരിക്കുന്ന ഒരു കമ്മിറ്റി ചർച്ച ചെയ്തിട്ടാണ് ഒരാളെ ആ സ്ഥാനത്തേക്ക് നിശ്ചയിക്കുന്നത്. അത് സുശീല ഗോപാലനായിരുന്നില്ല. അതിൻ്റെ അർത്ഥം സുശീല ഗോപാലിനെ തഴഞ്ഞു എന്നല്ല. അവരേറ്റെടുക്കേണ്ട ഉത്തരവാദിത്വം വളരെ ഇഷ്ടത്തോടു കൂടി അവരേറ്റെടുത്തിട്ടുണ്ട്. അവരത് വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി ആയാലേ സുശീല ഗോപാലിന് അതല്ല. ശൈലജ ടീച്ചറോട് എനിക്ക് പറയാം. അപ്പോൾ ശൈലജ ടീച്ചർ പറഞ്ഞു ഒരു ഉന്നം വെച്ചിട്ട് ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ അതിനകത്തൊരു വ്യക്തത വരുത്തിക്കൊണ്ട് എൻ്റെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഞാൻ പറയാം ശൈലജ ടീച്ചറിനെ കുറിച്ച് കേരളത്തിലെ പൊതുസമൂഹം പറയുന്നത് ടീച്ചർ അമ്മ എന്നാണ്. എങ്ങനെയാണ് ശൈലജ ടീച്ചർ കേരളത്തിലെ സാമാന്യമായ ജനതയ്ക്ക് ടീച്ചർ അമ്മയായത്? കോവിഡ് പോലെയുള്ള വളരെ പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ ആഗോളതലത്തിൽ ശ്രദ്ധ നേടുന്ന തരത്തിൽ ഒരു പ്രവർത്തനം കാഴ്ചവെച്ചതുകൊണ്ടാണ്. അതിനുശേഷമാണ് താങ്കൾ ഒരു മന്ത്രി എന്നതിനൊക്കെ അപ്പുറത്തേക്ക് ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടം നേടിയ ഒരു രാഷ്ട്രീയ നേതാവാകുന്നത്. ഇപ്പോൾ താങ്കൾ പറഞ്ഞു ജയിക്കാൻ സാധ്യതയില്ലാത്ത സീറ്റുകളിൽ മത്സരിപ്പിക്കുക അല്ലെങ്കിൽ സ്ത്രീകളുടെ ജയസാധ്യത. കേരളത്തിൻ്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ മട്ടന്നൂരിൽ നിന്ന് ജയിച്ച ഒരു ജനപ്രതിനിധിയാണ് ശ്രീമതി KK ശൈലജ താങ്കൾ. പക്ഷേ താങ്കൾ ഈ മന്ത്രിസഭയുടെ ഭാഗമായിരുന്നില്ല. താങ്കളെ തിരികെ കൊണ്ടുവരണം എന്ന് ജനങ്ങൾ ആവശ്യപ്പെട്ട ഘട്ടമുണ്ടായി. ഇപ്പോൾ ഒരുപക്ഷെ ജനങ്ങൾ പറയുകയാണ് കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള ഒരു
വനിതാ പ്രതിനിധിയാണ്, ജനപ്രതിനിധിയാണ് ശ്രീമതി കെ ശൈലജ എന്ന് പറയുമ്പോൾ എന്തിന് താങ്കൾ അതിന് തടസ്സം നിൽക്കണം, എന്തിന് പ്രതിബന്ധം തീർക്കണം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ തീരുമാനം അല്ല അത്. ഞങ്ങളുടെ പാർട്ടി അങ്ങനെ ആലോചിച്ചിട്ടില്ല, ഞങ്ങളുടെ പാർട്ടി തീരുമാനിച്ചിട്ടില്ല. എൻ്റെ മനസ്സിൻ്റെ 4000 ഞാൻ ചിന്തിച്ചിട്ടില്ല. മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന വാർത്തകളുടെ പിന്നാലെ പോവുകയല്ലല്ലോ ഞാൻ ചെയ്യേണ്ടത്. ഞാൻ ഒരു പാർട്ടി പ്രവർത്തകയാണ്. ഞങ്ങളുടെ പാർട്ടിക്കകത്ത് എങ്ങനെയാകണം എന്താകണമെന്ന് ഞങ്ങൾ കൂട്ടായ തീരുമാനമാണ്. അത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ തീരുമാനമല്ല. ഞങ്ങളുടെ തീരുമാനമാണ് ഇപ്പോൾ നടപ്പിലാകുന്നത്. ഇപ്പം നോക്കൂ, കഴിഞ്ഞ സമയത്ത് ഗോപി ചോദിച്ചു ടീച്ചറമ്മ എന്ന് എന്താണ്. സ്വാഭാവികമായിട്ടും ഒരു വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞൊരു അന്തരീക്ഷത്തിൽ അവർ ഭയപ്പെട്ട് നിൽക്കുന്ന ഒരു സമയമായിരുന്നു കോവിഡ് നിപ്പയെല്ലാം. ആ സമയത്ത് ഞാനാണ് ആരോഗ്യമന്ത്രി. അത് എങ്ങനെയാണ്, ഞാൻ എന്താ ചെയ്യുന്നത്, കുഴപ്പമില്ല, ടീച്ചർ എന്തെങ്കിലും ഒരു പ്രതിവിധി കാണുന്നുണ്ട് ആരോഗ്യമന്ത്രി എന്നുള്ള നിലയിൽ. എൻ്റെത് മാത്രമല്ല, ഒരു ഗവൺമെൻറ്റിൻ്റെ നയമാണത്. മുഖ്യമന്ത്രിയുടെ നേതൃത്വം അതിനകത്തുണ്ട്. 100 കണക്കിന് പ്രവർത്തകരുടെ പ്രവർത്തനം അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. പക്ഷേ അവരോട് ഇതിനെക്കുറിച്ച് പറയാൻ വിധിക്കപ്പെട്ടത് ഞാനാണ്. കാരണം ഇത് ഹെൽത്ത് ഇഷ്യൂ ആണ്. വേറെ എന്തെങ്കിലും ഇഷ്യൂ ആണെങ്കിൽ അങ്ങനെ ആ ഒരു വികാരപരമായിട്ടുള്ള രീതിയിൽ കാണില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്ന് എന്നെ ശ്രദ്ധിച്ചു, എന്താണ് ആരോഗ്യമന്ത്രിക്ക് പറയാനുള്ളത്. അത് ഗവൺമെൻറ് ശ്രദ്ധിച്ചിട്ടുണ്ട്, ജനങ്ങൾ മാത്രമല്ല. ആ പരിഗണന ഗവൺമെൻറ്റും തന്നിട്ടുണ്ട്. ആരോഗ്യമന്ത്രി എന്താണ് ഇതിനകത്ത് അഭിപ്രായം പറയുന്നത് എന്നുള്ളത്. എന്നാൽ എൻ്റെ തീരുമാനം മാത്രമായിരുന്നില്ല, എല്ലാ വകുപ്പുകളും ചേർന്നുള്ള ഗവൺമെൻറ് ആകെ ചെയ്യുന്ന തീരുമാനങ്ങളാണ്. പക്ഷേ ജനങ്ങൾ നിപ്പയുടെ കാലത്ത് ഞാനാണിത് പറയാനുള്ള സ്പോക്സ് പേഴ്സൺ, ഞാനാണ് പുറത്ത് പറയാനുള്ള. അപ്പോൾ ഞാനാണ് വക്താവ് ഈ കാര്യം ജനങ്ങളോട് സംവദിക്കാനുള്ള. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കൊരു ബന്ധുത്വം ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ കാര്യങ്ങൾ പറയാനുള്ള ആൾ ഇതാണ്, എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. അങ്ങനെയാണ്. അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിൽ നിന്ന് വന്ന സാധാരണ സ്ത്രീയായിട്ടുള്ള ഞാൻ ഒരു വകുപ്പ് കൈകാര്യം ചെയ്താലും അത് ഇങ്ങനെയൊരു പരക്കെ അംഗീകരിക്കപ്പെടണം എന്നില്ലല്ലോ. എനിക്ക് വിമർശനമൊക്കെ ധാരാളം കിട്ടിയിട്ടുണ്ട്. ഇത്രയും ചെയ്തതിൻ്റെ ഇടയിലും എന്തെല്ലാം കുറ്റപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്നതേ ഉള്ളൂ. പക്ഷേ അതുകൊണ്ട് ഞാൻ കരുതരുത് ഞാൻ വലിയ ആളായി ഒരു അല്പം കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയപ്പോൾ എന്നേക്കാൾ കൂടുതൽ കഴിവുള്ള ഒരു ഭൂരിപക്ഷമൊന്നും അല്ലല്ലോ കഴിവിൻ്റെ ഒന്നും മാനദണ്ഡം. ജനാംഗീകാരത്തിൻ്റെ ഒരു മാനദണ്ഡം അതാണ്. ജനങ്ങളുടെ അംഗീകാരമുണ്ട്. ഇപ്പം ഞങ്ങൾ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് കൂടുതൽ വോട്ട് കിട്ടിയ ആളെ മുഖ്യമന്ത്രിയാക്കുക അല്ലെങ്കിൽ മന്ത്രിയാക്കാനൊക്കെ സാധിക്കുമോ? അങ്ങനെയല്ലല്ലോ തീരുമാനിക്കുന്നത്. മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ഒരാൾ 2ാം ഘട്ടത്തിൽ തഴയപ്പെടുക. CC അംഗങ്ങളല്ല, ഞാൻ ഒരു മാധ്യമപ്രവർത്തന നിലയിൽ ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. CC അംഗമായിരുന്ന ഒരു വനിതാ പ്രതിനിധി മന്ത്രിസഭയുടെ ഭാഗമാകാതിരിക്കുക, ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച ശൈലജ ടീച്ചറെ പോലെ ജനങ്ങൾക്കിടയിൽ ഏറ്റവും അധികം സ്വാധീനമുണ്ടാക്കാൻ കഴിഞ്ഞ ഒരു വനിതാ നേതാവ് മന്ത്രിസഭയുടെ ഭാഗമാകാതിരിക്കുക പൊതുജനത്തെ സംബന്ധിച്ച് അത്ര എളുപ്പത്തിൽ ദഹിക്കുന്ന യുക്തിയായിരുന്നില്ല ഈ തീരുമാനങ്ങളൊന്നും. അത് ടീച്ചറിനെ വ്യക്തിപരമായി ബാധിച്ചിട്ടുണ്ടോ എന്ന് വേണ്ടാത്ത വികാരം ഉണ്ടാക്കുന്നതിൽ മാധ്യമങ്ങൾക്കൊരു പങ്കുണ്ട്. അങ്ങനെയാണ്. ഇത് എന്തുകൊണ്ട് ശൈലജ ടീച്ചറെ തഴഞ്ഞു? ശൈലജ ടീച്ചറെ തഴഞ്ഞിട്ടില്ല. ഞങ്ങളെല്ലാം കൂടി എടുത്ത തീരുമാനമാണ് ഇത്തവണ മുഖ്യമന്ത്രി ഒഴികെ ബാക്കി എല്ലാവരും പുതുമുഖമാകട്ടെ. എന്തുകൊണ്ട്? ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ഈ ശീലമുള്ള ആളുകൾ മാത്രം അല്ലല്ലോ, മറ്റുള്ളവരും ഇതെല്ലാം കൈകാര്യം ചെയ്ത് അങ്ങനെ അടുത്ത ഒരു തലമുറയെ വളർത്തിക്കൊണ്ടുവരണ്ടേ. സ്വാഭാവികമായിട്ടും ഞങ്ങൾ പാർട്ടിക്കകത്ത് കുറേ പ്രവർത്തിച്ച് ശീലമുള്ള കുറേ ആളുകളാണ്, കുറേ വർഷക്കാലങ്ങളുടെ. താരതമ്യേന ചെറുപ്പക്കാരായിട്ടുള്ള കുറേ ആളുകളെ കൂടി ഇതെല്ലാം മനസ്സിലാക്കാൻ അവർക്ക് അവസരം കൊടുക്കണ്ടേ. ഞാൻ വരുമ്പോൾ ഞാൻ പുതുമുഖമായിരുന്നു മന്ത്രിസഭയിൽ, പ്രായത്തെ കൊണ്ടല്ല ഞാൻ പറയുന്നത്. ഇത്തവണ മുഖ്യമന്ത്രി ഒഴികെ ബാക്കി എല്ലാവരും പുതുമുഖങ്ങളാവട്ടെ. ഞങ്ങൾക്ക് ആർക്കെങ്കിലും അസംതൃപ്തി ഉണ്ടായോ? ഞാൻ എന്തെങ്കിലും പറഞ്ഞോ? എൻ്റെ കൂടെയുള്ള മറ്റുള്ളവരെന്തെങ്കിലും പറഞ്ഞോ? അത് ഞങ്ങളുടെ തീരുമാനമായിരുന്നേ. അതാരെങ്കിലും അടിച്ചേൽപ്പിച്ചൊരു തീരുമാനമല്ല. അടിച്ചേൽപ്പിച്ചതാണെങ്കിൽ നിങ്ങളോട് പറയില്ലേ, അയ്യോ എന്നെ തഴഞ്ഞു കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ നീരസം കാണിക്കണ്ടേ? ശരി, അങ്ങനെ ഒരു ചെറിയ നീരസം ജി സുധാകരനെ പോലൊരു മുതിർന്ന നേതാവ് കാണിച്ചിട്ടുണ്ട്. അദ്ദേഹം പരസ്യമായി തന്നെ പല സന്ദർഭങ്ങളിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ആലപ്പുഴയിലെ മെഡിക്കൽ കോളേജിൻ്റെ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഉദ്ഘാടനത്തിന് അദ്ദേഹം പറഞ്ഞത് രാപകൽ അതിനു വേണ്ടി അധ്വാനിച്ച ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ആ ചടങ്ങിന് പോലും വിളിച്ചില്ല. അദ്ദേഹത്തിൻ്റെ കോട്ട് ഞാൻ പറയാണ്, എന്നെ വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ശൈലജയെങ്കിലും ഈ ചടങ്ങിനൊന്ന് വിളിക്കാമായിരുന്നുവെന്ന്. എന്താ ഗോപി, അത് ഒരു മിനിസ്ട്രിഷിപ്പ് കഴിഞ്ഞു, എല്ലാ ഉദ്ഘാടന ചടങ്ങിലും അങ്ങനെ ഒരു ശീലമുണ്ടോ കേരളത്തിലെ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ? മുൻ മന്ത്രി എല്ലായിടത്തും. ഇതെന്താ മുൻ മന്ത്രിയുടെ സ്വന്തമൊന്നും അല്ലല്ലോ ഒന്നും. പുതിയ മന്ത്രിമാർ വരുമ്പോൾ അവർ ഉദ്ഘാടനം ചെയ്യും. അവിടെയല്ല ഇപ്പം ഞാനത് തുടങ്ങിയതാണ് അതുകൊണ്ട് എന്നെ ഉദ്ഘാടനം, എനിക്കങ്ങനെ തോന്നാറേ ഇല്ല. വിളിച്ചാൽ ഞാൻ പോകാനും ഉദ്ദേശിക്കുന്നില്ല. സുധാകരൻ സാബ് സാധാരണ അങ്ങനെ പറയുന്നതല്ല, പക്ഷെ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാനത് നിഷേധിക്കാനോ കൊള്ളാനോ ഒന്നും പോകുന്നില്ല.